ആരെന്ത് പറഞ്ഞാലും എനിക്കിപ്പോ കല്യാണം വേണ്ട. മാളു, എല്ലാവരുടെയും നല്ലതിന് വേണ്ടിട്ടാ ഞാൻ ഈ പറയുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. എന്നിട്ടും അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഈ കുടുംബത്തിനു വേണ്ടി അച്ഛൻ ചെയ്യുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതൊരിക്കലും തെറ്റായ തീരുമാനമാവില്ലെന്ന് നമുക്കൊക്കെ അറിയാവുന്നല്ലേ സുമിത്രേ? അതെങ്ങനെ പറയാൻ പറ്റും ഏട്ടാ? ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റായിക്കൂടെ? അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണോ ഞാൻ. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെന്ന് മാത്രമേ അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞതനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ നിന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. ഇഷ്ടമുള്ളൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നിഷേധിച്ച ആളാ നമ്മുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെയാ ഈ ജന്മത്തിൽ വിവാഹം വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചത്. ഇപ്പോ അമ്മൂനോടും അതേ ദ്രോഹം അച്ഛൻ ചെയ്യാൻ പോകുന്നേ. അന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഈ വീട്ടിൽ ആരുടെ നാവും പൊങ്ങിയില്ല. പക്ഷേ ആ ദ്രോഹം സ്വന്തം മോളോട് നിങ്ങളെങ്കിലും ചെയ്യരുത് രാജേട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കൊരിക്കലും അതൊന്നും മനസ്സിലാവില്ല. എന്തിനും ഏതിനും അച്ഛനെ ശത്രുവായി കാണാനാണല്ലോ നിനക്ക് പണ്ടേ താല്പര്യം. മനസ്സിലാവാത്തതേ നിങ്ങൾക്കൊക്കെയാ. ആരുടെയെങ്കിലും തീരുമാനങ്ങള് നടപ്പിലാക്കാനുള്ളൊരു വസ്തുവല്ല ഒരു പെണ്ണിന്റെ ജീവിതം. അച്ഛനോട് നമുക്ക് ഇങ്ങനെയൊന്നും പോയി പറയാൻ പറ്റില്ലല്ലോ വരതെ. ഞാൻ പറയാം അച്ഛനോട്. എനിക്കൊരു പേടിയുമില്ല. പക്ഷേ ഞാൻ മാത്രം സ്വരം ഉയർത്തിയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അതെ, അച്ഛന്റെ ഈ തീരുമാനം അമ്മുവിന്റെ നന്മയെ കരുതിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദേ വെറുതെ ഒരു തർക്കം വേണ്ട. രാജേട്ടാ, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മളോടെങ്കിലും ഒരു വാക്ക് ചോദിക്കായിരുന്നു അച്ഛന്. അച്ഛന്റെ തീരുമാനങ്ങൾ നമ്മൾ എല്ലാവരും എന്നും അംഗീകരിച്ചിട്ടല്ലേ ഉള്ളൂ. പുത്തമ്പൊരിക്കൽ വീടിന്റെ പാരമ്പര്യം അതല്ലേ സുമിത്രേട്ടത്തി? പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അല്ലാതെ പാരമ്പര്യവും കെട്ടിപ്പിടിച്ചിരിക്കുകയല്ല വേണ്ടത്. അല്ലേലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്ക് പണ്ടേ പുത്തൻപുരയ്ക്കൽ വീടിന്റെ പടിക്ക് പുറത്താണല്ലോ. ചേട്ടാ, അല്ല അമ്മുവിന് ഇത്ര സങ്കടമായ സ്ഥിതിക്ക് നമുക്ക് ചെന്ന് അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ബാലേട്ടാ, ഒന്നിങ്ങി വന്നേ. എന്താ? വാ. ചേട്ടാ, ഞാൻ ഇപ്പൊ വരാം. കഷ്ടായി പോയല്ലേ? എന്ത്? അല്ല, അമൃതയുടെ കാര്യം. ഒരു കഷ്ടവും ഇല്ല. രാവിലെ എന്തായിരുന്നു അവളുടെ പട്ടി ഷോ? അവളുടെ ഒരു ഫാമിലി ട്രീയും മണ്ണാങ്കട്ടയും. അപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇവൾക്കിട്ട് എന്തോ ഒരു പണി വരാനുണ്ടെന്ന്. അതിത്ര പെട്ടെന്ന് കിട്ടുമെന്ന് മാത്രം ഞാൻ വിചാരിച്ചില്ല. എന്താ? അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? അത് പറയാനാണോ അത്യാവശ്യം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? പിന്നല്ലാതെ. നിങ്ങൾക്ക് ബുദ്ധിയില്ലാതെ പോയതിന് ഞാൻ എന്ത് വേണം? അനാവശ്യ കാര്യങ്ങളിൽ പോയി തലയിടരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമൃതയുടെ കാര്യത്തിൽ നിങ്ങളുടെ അച്ഛൻ ഒരു തീരുമാനം എടുത്താൽ അത് എടുത്തു, അത്ര തന്നെ. വെറുതെ എന്തിനാണ് അതിനെതിരെ നിന്നിട്ട് അച്ഛന്റെ ശത്രുത സമ്പാദിക്കുന്നത്? പക്ഷെ ആശേ, ഇത് നമ്മുടെ അമ്മുവിന്റെ കാര്യമല്ലേ? നീ ഇത്ര സെൽഫിഷ് ആയിട്ട് ചിന്തിക്കരുത്. അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്കിയാൽ ചിലപ്പോ. എന്റെ പൊന്നു മനുഷ്യ, അമൃതയുടെ കാര്യത്തിൽ അവളുടെ അച്ഛനില്ലാത്ത സെന്റിമെന്റ്സ് നിങ്ങൾക്ക് എന്തിനാ? അല്ല, അത് അച്ഛന്റെ തീരുമാനം രാജേട്ടൻ അംഗീകരിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അച്ഛനെ എതിർക്കാൻ പോയാൽ നിങ്ങൾ ഒറ്റപ്പെടുത്തേ ഉള്ളൂ. അതുകൊണ്ടാ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറയുന്നത്. നമ്മൾ അവിടെ ചെന്നു, വേണ്ടതുപോലെയൊക്കെ അഭിനയിച്ചു, മതി. അതിന്റെ ആവശ്യമേ ഉള്ളൂ. കിടന്നുറങ്ങാൻ നോക്ക്. ആ, കിടക്കുമ്പോഴേ ആ ലൈറ്റും കൂടി ഒന്ന് ഓഫ് ചെയ്തേക്കണേ. ശ്രദ്ധിച്ചേ, കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്തകവികളിൽ പ്രമുഖനായിരുന്നു പൂന്താനം. മലപ്പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇല്ലം. ചെറുപ്പം മുതലേ അദ്ദേഹം ഒരു കൃഷ്ണഭക്തനായിരുന്നു. ഇനി എല്ലാവരും എഴുതിക്കും. തെറ്റിയാലേ ഞാൻ 5 പ്രാവശ്യം എഴുതിക്കും. എഴുതിക്കും. മാളച്ചേച്ചി, നേരെ എഴുതാൻ പോയ പരീക്ഷ ജയിക്കോ? ജയിക്കും. മാളച്ചേച്ചി ഏത് പരീക്ഷ എഴുതിയാലും ജയിക്കും. പിള്ളേരെ നിങ്ങൾ അറിഞ്ഞില്ലേ?
പഠിച്ച് പഠിച്ച് നിങ്ങളുടെ മാളു ചേച്ചി അടുത്ത ജില്ലാ കളക്ടർ ആവാൻ പോവാ. ചിലപ്പോ ആവും. എന്തേ മെഗേച്ച് എന്തായാലും 2 തവണ +2 പൊട്ടിയല്ലേ? അത് ഞാനങ്ങ് സഹിച്ചു. എടാ മണിക്കുട്ട, ആന വണ്ടികളാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നെ. എന്ത് കാര്യത്തിനാ? എന്നെ അതിനൊന്നും കിട്ടത്തില്ല. നല്ല കാശുള്ള ഏതെങ്കിലും ഒരുത്തിനെ കെട്ടിയ ജീവിതം ചിങ്കാലാല. അതാണ് ബുദ്ധി. കാത്തിരുന്നോ, ഇപ്പൊ നടക്കും. ചേച്ചി ഇവിടെ മൂത്തരച്ച് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നു നീ. നിന്നെ ഇന്ന് ഞാൻ ഇതൊക്കെ നീ എവിടെ നാടാ പഠിക്കുന്നേ? നിക്കടോ അവിടെ, നിക്കടോ. എന്തോ നട ഇത്? മനുഷ്യനെ കൊല്ലാൻ പോന്നോ? പുറത്തെങ്ങാനും പോയി കളിക്ക്. ആ പിള്ളേരെ, മതി മതി, ഇന്നത്തെ ട്യൂഷൻ കഴിഞ്ഞു. എല്ലാരും പൊക്കോ. എന്താ അമ്മേ? നീ പറഞ്ഞു കേട്ടില്ലേ? എല്ലാരും ഒന്ന് പറഞ്ഞു വിട്ടേ. അമ്മ കാര്യം പറഞ്ഞേ, അവർക്ക് നാളെ ടെസ്റ്റ് പേപ്പർ ഉള്ളതാ. അത് പിന്നെ നിന്നെ കാണാൻ ഇന്നൊരു കൂട്ടര് വരുന്നുണ്ട്. എന്നെ കാണാനോ? മനസ്സിലായില്ലേ? പെണ്ണ് കാണാൻ. അതിന് എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നേ? വേഗം അവരെയൊക്കെ പറഞ്ഞു വിട്ട് അകത്തോട്ട് വാ, ഒരുപാട് പണി കിടക്കുന്നു. അമ്മ, അമ്മ, അമ്മേ, അമ്മേ, ഞാൻ ഒന്നും പറയുന്ന കേക്കമ്മേ. നീ ഒന്നും പറയണ്ട. ദേ നല്ലൊരു ബന്ധം വന്നേക്കുന്നേ. ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്കുമാളൂ. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഒരു പെണ്ണിനും കിട്ടില്ല. നിന്റെ ഭാഗ്യമായത്. എനിക്ക് ആ ഭാഗ്യം വേണ്ട, എനിക്ക് പഠിക്കണം. നിന്നെ ആജീവനാന്ത് ഇവിടെ പഠിപ്പിച്ചോണ്ടിരിക്കാനേ നിന്റെ തന്ത ഇവിടെ സമ്പാദിച്ചു വെച്ചേക്കല്ലേ? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അമ്മ, അമ്മ, ഇന്നലെ എഴുതിയ എൻട്രൻസ് പരീക്ഷ എനിക്ക് ഉറപ്പായിട്ടും കിട്ടും. ദേ കേറി വരുന്ന മഹാലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കല്ലേ മാളൂ. പ്ലീസ് അമ്മ, എനിക്കൊരു 3 വർഷ സമയം എന്താ, അതിനുള്ളിൽ പഠിച്ച് ഒരു ജോലി സമ്പാദിച്ച് ഈ കുടുംബം ഞാൻ നോക്കിക്കോളാം. അമ്മ എന്നെ ഒന്ന് വിശ്വസിക്കേ. നടക്കത്തില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്കിപ്പോ കല്യാണം വേണ്ട. ദേ മാളു, എല്ലാവരുടെ നല്ലതിന് വേണ്ടിട്ടാ ഞാൻ ഈ പറയുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് വിഷം മേടിച്ചു തന്നിട്ട് വേണം നീ അത് ചെയ്യാൻ. അമ്മേ, അമ്മ, അവിടെ അച്ഛൻ കൊഞ്ചിച്ചങ്ങ് വാഷളാക്കി വെച്ചേക്കുവോ. അവക്ക് പഠിക്കണം പോലും. എന്റെ പാലകോപാലനെ എണ്ണ തെപ്പിക്കും പമ്പാടടി. എന്നും ഇങ്ങനെ കഴുകി തുറച്ചു വെക്കുന്നതല്ലാതെ ഈ കാറിനൊരു അനക്കമില്ലല്ലോ സാറേ. വല്ലപ്പോഴും ഒന്ന് റോഡിൽ ഇറങ്ങണമെന്ന് ഇതിനൊരു ആഗ്രഹം ഉണ്ടാവൂലേ? കഴിഞ്ഞ മാസമല്ലേ ഇത് റോഡിലിറങ്ങിയത്? സമഗ്ര സംഭാവനയ്ക്കുള്ള മ്യൂസിക് ഫെഡറേഷൻ അവാർഡ് വാങ്ങാൻ ഞാൻ പോയത് ഏത് കാറിലായിരുന്നു വർഗീസേ? ഓ, ജോലി നടക്കട്ടെ. എന്താടാ പതിവില്ലാതൊരു വായന? അല്ല, അത് നിനക്ക് എന്നോട് വല്ലതും പറയാനുണ്ടോ? അല്ല, അത് ചേച്ചിയുടെ കാര്യം മുത്തശ്ശ. മുത്തശ്ശ, ഇപ്പൊ ഇത്ര പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ നിന്റെ അല്ലല്ലോ, അമ്മുന്റെ അല്ലേ? അതെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഈ കല്യാണത്തിന് ചേച്ചിയുടെ മൈൻഡ് ഒട്ടും സെറ്റല്ല. മുത്തശ്ശന്റെ തീരുമാനങ്ങളെ ഞാൻ ചോദ്യം ചെയ്യാൻ തോന്നരുത്. പക്ഷേ ചേച്ചിയുടെ കാര്യത്തിൽ മുത്തശ്ശനൊരു വാക്ക് പറഞ്ഞിരുന്നല്ലേ? ഞാൻ കൊടുത്ത വാക്ക് എന്താണ്? നീ അത് പറ. അമൃതേച്ചി സെൽഫ് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ചേച്ചിയുടെ ആഗ്രഹം പോലെ US പഠിക്കാൻ വിടാന്ന് മുത്തശ്ശൻ സമ്മതിച്ചല്ലേ? മുത്തശ്ശൻ ആവശ്യപ്പെട്ടതുപോലെ ചേച്ചി 6 മാസം മുമ്പേ ഒറ്റയ്ക്ക് ജീവിച്ച് തെളിയിച്ചല്ലേ? പിന്നെ എന്തിനാ മുത്തശ്ശി ഇങ്ങനെ ഒരു ചതി ചെയ്തേ? പറയാം. നല്ലൊരു തീരുമാനം എടുക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇട്ട് മൂടാൻ പണമുള്ള കൂട്ടരാ.
എല്ലാ ദുരിതങ്ങളിൽ നിന്ന് ഈ കുടുംബത്തെ കരകയറ്റാനുള്ള ഒരു അവസരമാ. മാളു ഈ കല്യാണത്തിന് സമ്മതിച്ച അതുകൊണ്ട് ഈ കുടുംബം മുഴുവനും രക്ഷപ്പെടും.